ഇന്ന് ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ. കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്ക് പ്രകാരം ഓരോ മാസവും 100 പുതിയ കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഭൂരിഭാഗവും ടീനേജേഴ്സും യുവാക്കളുമാണെന്നത് വളരെ ഭീതിജനകമായ വസ്തുതയാണ്. HIV പടരുന്നത് ബ്ലഡ്, സെമിനൽ ഫ്ലൂയിഡ്, വജൈനൽ ഫ്ലൂയിഡ്, ബ്രസ്റ്റ് മിൽക്ക് തുടങ്ങിയവയിലൂടെയാണ്. എയ്ഡ്സ് ഒരിക്കലും രോഗിയുമായ സമ്പർക്കത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ ഭക്ഷണം പങ്കുവെക്കുന്നതിലൂടെയോ ഉമിനീരിലൂടെയോ പടരുന്നില്ല. എയ്ഡ്സ് എന്ന രോഗത്തിൽ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഫലപ്രദം. സെക്ഷൽ ട്രാൻസ്മിഷൻ ഒഴിവാക്കാനായി പ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സിന് കോണ്ടം മുതലായവ ഉപയോഗിക്കുക. ടീനേജേഴ്സിനും യുവാക്കൾക്കും സ്കൂളിലും കോളേജുകളിലും അവയർനെസ് ക്ലാസ് നിർബന്ധമാക്കുക. ബ്ലഡ് ടെസ്റ്റ്, ഇഞ്ചക്ഷൻ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന നീഡിലുകൾ പുതിയതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ടാറ്റൂയിങ്ങിൽ യൂസ് ചെയ്യുന്ന നീഡിലുകളും കോമൺ സലൂൺസ്, ബാർബർ ഷോപ്പ് തുടങ്ങിയവിടെ യൂസ് ചെയ്യുന്ന ബ്ലേഡുകൾ പുതിയതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പടരുന്നത് ഒഴിവാക്കാനായി റിട്രോവൈറൽ തെറാപ്പിയും ലഭ്യമാണ്. രോഗിയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആയുർവേദത്തിൽ പറയുന്ന ദിനചര്യയും ഋതുചര്യയും ശീലിക്കേണ്ടതാണ്. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അശ്വഗന്ധ, തേന്, നെയ്യ് തുടങ്ങിയവ ശീലമാക്കുന്നത് നല്ലതാണ്.